സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ഏഴ ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് ഏഴ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏഴ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, AR കോംപ്ലക്സ്. ഷോക്കേറ്റ് പിടഞ്ഞു വീണ സഹോദരങ്ങൾക്ക് രക്ഷകനായി KCB ലൈൻമാൻ. ഒറ്റപ്പാലം കോതകുറിശി KCB സെക്ഷനിലെ ലൈൻമാൻ ഫാരിസ് ഖാനാണ് സഹോദരങ്ങളായ 2 കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. സഹോദരങ്ങളായ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് നഹിയാനും 1ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അഫാനുമാണ് കോതകുറിശി സെക്ഷനിലെ ലൈൻമാനായ ഹാരിസ് ഖാന്റെ കരുതലിൽ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത്. കോതകുറിശി 5ാം മൈലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 6ഓടെയാണ് സംഭവം. ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് പോകുന്ന സർവീസ് വയർ കെട്ടുകമ്പിയാണ് പകുതിയിൽ പൊട്ടി വഴിയിൽ കിടന്നിരുന്നത്. സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു നഹിയാനും അഫാനും. വഴിയിൽ കമ്പി കിടക്കുന്നത് അഫാൻ മാറ്റാൻ ശ്രമിച്ചതോടെ ഷോക്കേൽക്കുകയായിരുന്നു. ഇതുകണ്ട നഹിയാൻ സഹോദരനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതോടെ 2 പേർക്കും ഷോക്കേറ്റു. റോഡിൽ വീണ ഇരുവരും പിടഞ്ഞതോടെ ഇത് കണ്ടു നിൽക്കുന്നവർക്കും എന്തു ചെയ്യണമെന്ന് അറിയാത്ത സ്ഥിതിയായി. ഇതിനിടെയാണ് സ്ഥലത്തെത്തിയ ലൈൻമാൻ ഹാരിസ് ഖാൻ ഇവരെ രക്ഷപ്പെടുത്തിയത്. സമീപത്തെ വീട്ടിൽ വൈദ്യുതിയില്ലാത്ത പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തകരാർ പരിഹരിക്കാൻ എത്തിയതായിരുന്നു ലൈൻമാൻമാരായ ഫാരിസ് ഖാനും ഹരി മനോജും. സ്ഥലത്ത് എത്തി പരിശോധിക്കുന്നതിനിടെയാണ് തൊട്ടടുത്ത വൈദ്യുതി തൂണിന് സമീപത്ത് നിന്ന് ഷോക്കേറ്റ് വീണ കുട്ടികളുടെ കരച്ചിൽ കേട്ടത്. ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിലേക്കായാണ് കുട്ടികൾ കയ്യിൽ കമ്പിയുമായി ഷോക്കേറ്റ് കിടക്കുന്നത് കണ്ടത്. ഇതോടെ ഹാരിസ് ഖാൻ ഓടിയെത്തി കയ്യിലുണ്ടായിരുന്ന കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് കമ്പി വലിച്ചു. എന്നാൽ ബലമുള്ളതായതിനാൽ വഴുതിപ്പോയി. ഇതിനിടയിൽ ഹാരിസ് ഖാനും ഷോക്കേറ്റു. പിന്നീട് കട്ടിംഗ് പ്ലെയർ കൊണ്ട് കമ്പി പിടിച്ച് ഒടിക്കുകയായിരുന്നു. 8 മീറ്ററോളം നീളമുള്ള കമ്പിയായിരുന്നു. ഇതോടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് കമ്പി ഊരിപ്പോവുകയും ചെയ്തു. നമ്മൾക്ക് കംപ്ലൈൻ്റ് ഉള്ള പോസ്റ്റിൽ കംപ്ലൈൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത പോസ്റ്റിൽ ഒരു സർവീസർ കൂട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ആരും കണ്ടിട്ടില്ല, കംപ്ലൈൻറ്റ് വന്നിരുന്നില്ല. അപ്പോൾ നമ്മൾ കംപ്ലൈൻ്റ് ഉള്ള പോസ്റ്റിലെ കംപ്ലൈൻറ്റ് വന്നിറങ്ങി 1 മിനിറ്റ് സമയം പരിഹരിച്ച് ആ പോസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് തൊട്ട് പുറകിലെ പോസ്റ്റിൽ ഇന്ന് കുട്ടിയുടെ കരച്ചിൽ 2 കുട്ടികളുണ്ട്. ഒരു 5 വയസ്സായ കുട്ടിയും ഒരു 9 വയസ്സായ കുട്ടിയായിരുന്നു. ആ സമയത്ത് കമ്പി 2 പേരും കറണ്ടുള്ള കമ്പി സ്റ്റേ കമ്പിയിൽ പൊട്ടിയാണ്. കാരണം ആ ലൈൻ പൊട്ടിയിട്ട് റോഡ് ക്രോസിൻ്റെ സർവീസ് പൊട്ടി ആ സ്റ്റേ കമ്പി ലൈനിൽ ആ കമ്പിയിൽ ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ മറ്റായിട്ടുള്ളൊന്നുമില്ല. ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യാൻ ഏകദേശം ഒരു 10-30-40 മീറ്റർ ഉണ്ട്. അപ്പോൾ ആ സമയം വരെ ഓടി എത്തുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും മാരകമായ അപകടം സംഭവിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ കട്ടിംഗ് പ്ലെയർ ഉണ്ടായിരുന്നു. കട്ടിംഗ് പ്ലെയർ കൊണ്ട് വലിച്ച് കമ്പി കുട്ടികളുടെ കയ്യിൽ 7 മീറ്ററോളം കമ്പി ഉണ്ടായിരുന്നു. കമ്പി വലിച്ച് മാറ്റുകയാണ് ചെയ്തത്. അതിനിടയിൽ ചെറുതായിട്ട് എനിക്ക് ഷോക്കിൽ ഏറ്റു. 2ാം തവണയും വലിച്ചതിലാണ് കുട്ടികൾ ആ കമ്പിയിൽ നിന്ന് വേർപെട്ടത്. 2 കുട്ടികളുടെ ജീവൻ സംഭവത്തിൽ എല്ലാവരോടും പറയാനുള്ളത് വൈദ്യുതി അപകടങ്ങൾ എപ്പോഴും ഉണ്ട്. കാരണം നമ്മുടെ ഓപ്പൺ കണ്ടക്ടറാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ മഴക്കാലങ്ങളിൽ വളരെയധികം കൂടുതലാണ്. ജനങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ കൂടുതലായി നമുക്ക് കംപ്ലൈൻറ്റുകൾ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ പോകുന്ന കുഞ്ഞുങ്ങളും അതേപോലെ മുതിർന്നവരെല്ലാവരും രാവിലെയും രാത്രി സമയങ്ങളിൽ പോകുന്ന സമയത്ത് വിളിച്ചു തേൻ കമ്പുകളിൽ പൊട്ടിക്കിടക്കുന്നതോ അപകട സാധ്യത ഉണ്ടോ എന്ന് സ്വയം ഒരു ശ്രദ്ധയോടുകൂടെ യാത്ര ചെയ്യുക, സഞ്ചരിക്കുക, കുട്ടികളെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക. കുട്ടികളെ പറയാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികളോട് ശ്രദ്ധിച്ച് റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വൈദ്യുത കമ്പികളോ മറ്റോ പോസ്റ്റുകളോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാതെ അത് മുതിർന്ന ആളുകളെ ഇൻഫോം ചെയ്തിട്ട് അവനവൻ്റെ സേഫ്റ്റി അതിൽ മറ്റുള്ള ജനങ്ങളുടെ സേഫ്റ്റിയും കൂടെ സംരക്ഷിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പറയാനുണ്ട്. എന്നാലും കുട്ടികളെ ജീവൻ തിരിച്ചു കൊടുത്താൽ എൻ്റെ ഈ സർവീസിന് ഏറ്റവും വലിയൊരു മഹത്തായ ഒരു സൗഭാഗ്യമാണ്. സർവീസിനോട് ഞാൻ നന്ദി പറയുന്നു. ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് പോകുന്ന സർവീസ് വയർ കെട്ടുകമ്പിയാണ് പകുതിയിൽ പൊട്ടിക്കിടന്നിരുന്നത്. കോതകുറിശി പൊങ്ങാട്ടിരി അലി സുഹേല ദമ്പതികളുടെ മക്കളാണിവർ. ആലത്തൂർ ഇരട്ടക്കുളം കുറുവട്ട വീട്ടിൽ ഫാരിസ് ഖാൻ കഴിഞ്ഞ 5 വർഷമായി കോതകുറിശി സെക്ഷനിലെ ലൈൻമാനായി ജോലി ചെയ്യുന്നു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ചന്ദ്രൻ ഹാരിസ് ഖാനെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിച്ചു. KCBന്റെ പരിധിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ജീവൻ പോലും
അതായത് ഏറ്റവും പെട്ടെന്ന് ഒരു തരത്തിലും വേറെ തരത്തിലും ഇടപെടലുകൾ നടത്താൻ കഴിയാത്ത രൂപത്തിലുള്ള സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് 2 കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. അതായത് ലൈന് കുട്ടികളുടെ മുകളിൽ ചുറ്റിയ ആ അവസ്ഥയിൽ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ആ ലൈന് വലിച്ചു നീക്കി ഷോക്ക് ഏൽക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായി. അതുപോലും ഒരു തരത്തിലും ഒരു സെക്കൻഡ് പോലും തടസ്സപ്പെടാതെ, ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടപ്പെടുത്താത്ത രൂപത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് 2 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അതായത് സ്വന്തം ജീവൻ അവിടെ പണയപ്പെടുത്തിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. അത്രയും കഠിനമായിട്ട് ത്യാഗം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് 2 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ തൊട്ടടുത്തുള്ള പോസ്റ്റിലാണ് അപകടം സംഭവിച്ചത്. ആ തൊട്ടടുത്ത പോസ്റ്റ് കയറാൻ നിൽക്കുന്ന സമയത്താണ് 2 കുട്ടികൾ റോഡിൽ കൂടെ നടന്നു വരുന്നത്. അപ്പോഴാണ് അപ്പുറത്തെ പോസ്റ്റിൽ ലൈന് പൊട്ടി വീണ് കിടക്കുന്നത് കണ്ടത്. അത് കിടക്കുക ആ നിമിഷം തന്നെ ചാടി ഇറങ്ങിക്കൊണ്ട് കുട്ടികളെ രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഇത്രയും വലിയൊരു ത്യാഗം, അതായത് KSEBിനെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ എത്രമാത്രം അഭിനന്ദിച്ചാലും കഴിയില്ല. അവരുടെ ത്യാഗം ഏത് മഴയാണെങ്കിലും ഇടിയായാലും കാറ്റായാലും ഇതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചു വെക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് പാരിസ്. ആ പാരിസിൻ്റെ പ്രവർത്തനം നമുക്ക് എത്രമാത്രം അഭിനന്ദിച്ചാലും തീരാത്ത അത്രയും വലിയൊരു പ്രവർത്തനമാണ്. അത് ജീവനും സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് 2 ജീവൻ രക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.